Hi friends, welcome to my channel Science for Mass. Quantum mechanics ne kurichu oru introduction video njan idinu munpu cheyirunnu. അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിന്റെ വിചിത്രമായ സ്വഭാവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇനി നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിനെ കുറച്ചും കൂടി അടുത്തറിയാൻ ശ്രമിക്കാം. ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. ഇത് ശാസ്ത്രത്തിൽ താല്പര്യമുള്ള സാധാരണക്കാർക്ക് വേണ്ടി ക്വാണ്ടം മെക്കാനിക്സ് സിംപ്ലിഫൈ ചെയ്യാനുള്ള എൻ്റെ ഒരു ശ്രമമാണ്. ഒരു എന്റർടൈൻമെന്റ് വീഡിയോ കാണുന്ന ലാഘവത്തോടു കൂടി ഇത് കാണരുത്. ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺസെൻട്രേഷൻ, കുറച്ച് ചിന്ത, കുറച്ച് ഭാവന ഇതെല്ലാം വേണം. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് സിംപ്ലിഫൈ ചെയ്ത് പറയാൻ കഴിയുള്ളൂ. ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചു തുടങ്ങാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു പോയിന്റ് എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ ക്വാണ്ടം മെക്കാനിക്സ് എപ്പോഴാണ് പഠിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അതായത് ചരിത്രത്തിലൂടെ. കൺവെൻഷണൽ ക്ലാസിക്കൽ ഫിസിക്സിന് എന്തായിരുന്നു ഒരു പോരായ്മ, ശാസ്ത്രജ്ഞന്മാർക്ക് എന്തുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് വേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാക്കുന്നതിന്റെ ആദ്യത്തെ പടി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. 1890 ആയപ്പോഴേക്കും ശാസ്ത്രജ്ഞന്മാരുടെ കാഴ്ചപ്പാടിൽ ഫിസിക്സ് ഒരു കംപ്ലീറ്റ് സബ്ജക്റ്റ് ആയിരുന്നു. അതായത് അതിൽ കണ്ടുപിടിക്കാനുള്ളതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഇനി പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കാനില്ല എന്നുള്ള പോലെ. അതായത് സർ ഐസക് ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷനും ഗ്രാവിറ്റിയും ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഇക്വേഷൻസ് വന്നതോട് കൂടിയിട്ട് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസിനെയും കൺട്രോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കവറായി കഴിഞ്ഞു. പിന്നെ തെർമോഡൈനാമിക്സിലെ ഇക്വേഷൻസ് മുഴുവൻ വന്നതോട് കൂടിയിട്ട് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസും സ്റ്റീം എഞ്ചിൻസും ഒക്കെ കണ്ടുപിടിച്ചു. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് തുടക്കം കുറിച്ചു. അപ്പൊ ഇനി കാര്യമായിട്ട് ഒരു സബ്ജക്റ്റും ഇനി അതിൽ പഠിക്കാൻ ബാക്കിയില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ശാസ്ത്രജ്ഞന്മാർ എഴുതിയിരുന്നത്. ആ സമയത്താണ് ചൂട് പിടിച്ച വസ്തുക്കളിൽ നിന്നും പ്രകാശം പുറത്തു വരുന്നതിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് ശാസ്ത്രജ്ഞന്മാർ തുനിഞ്ഞിറങ്ങുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഏതൊരു വസ്തുവും വളരെയധികം ചൂടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പ്രകാശം കിട്ടും. അതായത് ഇപ്പോൾ നമ്മുടെ ബൾബിലെ ഫിലമെന്റിലെ ചുട്ടുപഴുത്ത ടങ്സ്റ്റൺ ഫിലമെന്റിൽ നിന്ന് വരുന്ന വെളിച്ചമായാലും ശരി, അല്ല ഒരു ഇരുമ്പ് തണ്ട് നമ്മൾ ചുട്ടുപഴുപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന പ്രകാശമായാലും ശരി, ഇതൊക്കെ ചൂടിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്ന പ്രകാശമാണ്. നിങ്ങൾക്കറിയാം, പ്രകാശം എന്നുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണെന്ന് ഓൾറെഡി ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ പറഞ്ഞു കഴിഞ്ഞു. ചൂട് എന്നുള്ളത് തെർമോഡൈനാമിക്സിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇതിന് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന പുതിയ നിയമങ്ങളോ ഇക്വേഷൻസോ ഒന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാമെന്ന് വിചാരിക്കുന്നത്. ചൂട് എന്നുള്ളത് ഒരു വസ്തുവിലുള്ള ആറ്റംസിന്റെ വൈബ്രേഷന്റെ അളവാണ്. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ആറ്റംസ് ഒരു പ്രത്യേക രീതിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ആറ്റംസിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. ഒരു ചൂടുള്ള വസ്തുവിലെ എല്ലാ ആറ്റംസും ഒരേ രീതിയിലല്ല വൈബ്രേറ്റ് ചെയ്യുക. ചിലത് വളരെ പതുക്കിയും ചിലത് വളരെ സ്പീഡിലുമായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ ആറ്റംസിന്റെയും കയ്യിലും ഒരേ കൈനറ്റിക് എനർജി അല്ല ഉണ്ടായിരിക്കുക. എന്നാൽ ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിലുള്ള എല്ലാ ആറ്റംസിന്റെയും ആവറേജ് കൈനറ്റിക് എനർജിയുടെ ഒരു അളവായിരിക്കും. പിന്നെ നിങ്ങൾക്കറിയാം, ആറ്റംസ് എന്നുള്ളത് അതിനകത്ത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഇതിനകത്ത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും എന്ന് പറഞ്ഞാൽ അവ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് അതിന്റെ കൂടെ വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ ചാർജുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉത്പാദിപ്പിക്കും. അങ്ങനെ ഈ വൈബ്രേറ്റ് ചെയ്യുന്ന ആറ്റംസിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ രൂപത്തിൽ ഊർജ്ജം പുറത്തു പോകുമ്പോൾ ആ ആറ്റംസിന്റെ കൈനറ്റിക് എനർജി കുറഞ്ഞു വരും. ഏത് ടെമ്പറേച്ചറുള്ള വസ്തുക്കൾക്കും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അതിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ടായിരിക്കും. പക്ഷെ ഏത് റേഞ്ചിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് അതിൽ നിന്ന് പുറത്തു വരണേ എന്നുള്ളത് അതിന്റെ ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്നുള്ളത് 37°C ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നത് വിസിബിൾ ലൈറ്റ്സ് അല്ല, ഇൻഫ്രാറെഡ് ലൈറ്റ്സ് ആണ് കൂടുതലും പുറത്തു വരുന്നത്. അതുകൊണ്ട് നമുക്ക് നോർമൽ കണ്ണുകളിൽ കൂടെ ഇത് കാണാൻ കഴിയില്ലെങ്കിലും ഒരു ഇൻഫ്രാറെഡ് ക്യാമറ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്നും വരുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് ദണ്ടിൽ നിന്നും പുറത്തു വരുന്നത് ചുവപ്പും പിന്നെ കുറച്ച് യെല്ലോയിഷ് ഓറഞ്ചും പിന്നെ കുറച്ച് വൈറ്റ് ലൈറ്റും, അതായത് വിസിബിൾ റേഞ്ചിലുള്ള പ്രകാശമാണ് ഒരു ചുട്ടുപഴുത്ത ഇരുമ്പ് ദണ്ടിൽ നിന്നും പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഒരു ചൂടുള്ള വസ്തുവിലെ എല്ലാ ആറ്റംസും ഒരേ തരത്തിലല്ല വൈബ്രേറ്റ് ചെയ്യാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ചില ആറ്റംസ് വളരെ പതുക്കെ ഇങ്ങനെ സ്ലോയിലും, ചില ആറ്റംസ് വളരെ ഹൈ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ കുരു എന്നുള്ള വൈബ്രേഷൻസും ആയിട്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ ഫലമായിട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും പല വേവ് ലെങ്ത്തിലും പല ഫ്രീക്വൻസിയിലുള്ളതായിരിക്കും. അതായത് ഒരു റേഞ്ച് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് തന്നെ ഈ തരത്തിലുള്ള വസ്തുക്കളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, കറുത്ത വസ്തുക്കളാണ് എല്ലാ കളറിലുള്ള റേഡിയേഷൻസും അബ്സോർബ് ചെയ്യുന്ന വസ്തുക്കൾ. അതുകൊണ്ട് തന്നെ ചൂടാക്കുമ്പോൾ എല്ലാ റേഞ്ചിലുള്ള വേവ് ലെങ്ത്തും പുറത്തേക്ക് വരുന്നതും ഇത്തരത്തിലുള്ള കറുത്ത വസ്തുക്കളിൽ നിന്നാണ്. ഇങ്ങനെ കറുത്ത വസ്തുക്കൾ ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന റേഡിയേഷന്റെ സ്പെക്ട്രത്തിനെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ സ്പെക്ട്രം എന്ന് വിളിക്കും. ഇത്തരത്തിൽ ചൂട് പിടിച്ചൊരു വസ്തുവിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പല വേവ് ലെങ്ത്തിലും ഫ്രീക്വൻസിയിലും ഉണ്ടായിരിക്കും. ഇങ്ങനെ പല വേവ് ലെങ്ത്തിലും ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസ് പല അളവിലായിരിക്കും പുറത്തു വരിക. അതായത് അതിൻ്റെയൊക്കെ ഇന്റൻസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത്തരത്തിലൊരു ചൂട് പിടിച്ച വസ്തുവിൽ നിന്ന് പുറത്തോട്ട് വരുന്ന റേഡിയേഷൻസ് നമ്മളൊരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏകദേശം ഇതുപോലെ ഇരിക്കും.
ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫിനെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഇതിൽ എക്സ് ആക്സിസിനകത്ത് വേവ് ലെങ്ത്തും വൈ ആക്സിസിനകത്ത് ഓരോ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റിന്റെ ഇന്റൻസിറ്റിയുമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ റെഡ് കളറിൽ കാണുന്നത് 3000 ഡിഗ്രി കെൽവിനുള്ള ഒരു വസ്തുവിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള റേഡിയേഷന്റെ ഇന്റൻസിറ്റിയുടെ ഗ്രാഫാണ്. അതിൽ നോക്കി കഴിഞ്ഞാൽ 2 മൈക്രോമീറ്ററുള്ള വേവ് ലെങ്ത്തുള്ള ലൈറ്റ് വളരെ കുറച്ചേ വരുന്നുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് 1 മൈക്രോമീറ്റർ വേവ് ലെങ്ത്തുള്ള ലൈറ്റാണ്. ഇതിൽ വിസിബിൾ റേഞ്ചിലുള്ള ലൈറ്റ് കുറച്ചേ വരുന്നുള്ളൂ. ഇൻഫ്രാറെഡ് റേഞ്ചിലുള്ള ലൈറ്റാണ് ഇതിൽ നിന്ന് കൂടുതൽ പുറത്തു വരുന്നത്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ 4000 ഡിഗ്രി കെൽവിനുള്ള ഒരു വസ്തുവിൽ നിന്ന് പുറത്തു വരുന്ന റേഡിയേഷൻ ഇന്റൻസിറ്റിയാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വിസിബിൾ റേഞ്ചിൽ നിന്നും കുറച്ചും കൂടെ ലൈറ്റ് കൂടുതൽ വരുന്നുണ്ട്. ഇനി 5000 ഡിഗ്രി കെൽവിനിലുള്ള ഒരു വസ്തുവിൽ നിന്ന് വരുന്ന റേഡിയേഷന്റെ ഗ്രാഫാണ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ വിസിബിൾ റേഞ്ചിലാണ് അതിന്റെ മാക്സിമം ഇന്റൻസിറ്റിയിലുള്ള ലൈറ്റ് വരുന്നത്. എന്നാൽ അതിന്റെ അൾട്രാവയലറ്റ് സൈഡിൽ കൂടെ കുറച്ച് ലൈറ്റ് ഇതിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രാഫിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ വേവ് ലെങ്ത് കുറയുന്നതിനനുസരിച്ച്, അതായത് ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ ഇന്റൻസിറ്റി ഇങ്ങനെ കൂടി ഒരു പീക്ക് വാല്യൂ എത്തിയിട്ട് പിന്നീട് അത് താഴോട്ട് പോയി ഇന്റൻസിറ്റി കുറഞ്ഞ് ഈ 0 എന്ന് പറഞ്ഞ ലൈനിൽ ടച്ച് ചെയ്യും. ഇതാണ് ഇത്തരത്തിലുള്ള എല്ലാ ഗ്രാഫിന്റെയും പൊതുവെയുള്ള ഒരു ഷേപ്പ്. 1900 ആണ്ടില് ലോർഡ് റെയ്ലി, ജെയിംസ് ജീൻ എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞന്മാർ ഈ ഗ്രാഫിനെ പറ്റി കൂടുതൽ പഠിക്കാനും ഈ വേവ് ലെങ്ത് അനുസരിച്ചിട്ട് ഇന്റൻസിറ്റി എന്തുകൊണ്ട് ഇങ്ങനെ മാറുന്നു എന്ന് പഠിക്കാനും അതിനുവേണ്ട ഇക്വേഷൻസ് ഉണ്ടാക്കാനും ശ്രമിച്ചു. ഇതിനുവേണ്ടി അവർ യൂസ് ചെയ്തത് അവരുടെ കയ്യിൽ അന്നുള്ള ക്ലാസിക്കൽ ഫിസിക്സിന്റെ ഭാഗമായ തെർമോഡൈനാമിക്സ് ലോസും അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ ലോസുമാണ്. അന്ന് നിലവിലുള്ള ക്ലാസിക്കൽ ഫിസിക്സിന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വസ്തുവിനെയും ഏതൊരു ക്വാണ്ടിറ്റിനെയും നമുക്ക് എത്ര ചെറുതായി വേണമെങ്കിൽ നമുക്ക് മുറിക്കാം എന്നുള്ളതായിരുന്നു. അതായത് ഇപ്പൊ നമ്മുടെ അടുത്ത് 1ന്റെയും 2ന്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ നമ്പേഴ്സും ഇല്ലെന്ന് നമ്മൾ പറയും. എന്നാൽ നമ്മൾ ഒന്ന് സൂക്ഷിച്ച് ആലോചിക്കുകയാണെങ്കിൽ 1 കഴിഞ്ഞാൽ 1.1, 1.2, 1.3 അങ്ങനെ നോക്കുകയാണെങ്കിൽ 1ന്റെയും 2ന്റെയും ഇടയിൽ 10 ഡിവിഷൻസ് ഉണ്ടെന്ന് പറയാം. ഇനി 1.01, 1.02 എന്ന് നമ്മൾ എണ്ണുകയാണെങ്കിൽ 1ന്റെയും 2ന്റെയും ഇടയിൽ 100 ഡിവിഷൻസ് ഉണ്ട്. ഇനി 1.001 എന്ന് എണ്ണുകയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ 1000 ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെ 1ന്റെയും 2ന്റെയും ഇടയിൽ നമുക്ക് എത്ര ഡിവിഷൻസ് വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിൽ ഏതൊരു ക്വാണ്ടിറ്റിയുടെയും ഇടയിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിവിഷൻസ് പോസിബിൾ ആണ് എന്നുള്ളതാണ് അന്നത്തെ ക്ലാസിക്കൽ ഫിസിക്സിന്റെ അസംഷൻ. ഈ പ്രിൻസിപ്പിൾ ഇവർ ചൂടുപിടിച്ച വസ്തുക്കളിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ, ഇപ്പോൾ ചൂടുപിടിച്ച വസ്തുക്കളിൽ ഞാൻ നേരത്തെ പറഞ്ഞു ആറ്റംസ് പല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്, അതായത് വളരെ പതുക്കെ ഇങ്ങനെ സ്ലോയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആറ്റംസ് മുതൽ വളരെ കുരുകുരാന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ആറ്റംസ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു അസംഷൻ. അപ്പോൾ ഇതിന്റെ ഇടയിൽ എത്ര ഡിവിഷൻസ് പോസിബിൾ ആണ്, അതായത് വളരെ ചെറിയ വൈബ്രേഷൻ തൊട്ട് വളരെ വലിയ സ്ലോയിലുള്ള വൈബ്രേഷൻസ് വരെ ഇടയിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിഫറെന്റ് വൈബ്രേഷൻസ് പോസിബിൾ ആണ് എന്നാണ് ഇവരുടെ അസംഷൻ ആയിരുന്നത്. അപ്പോൾ ഒരു വസ്തുവിന് ആറ്റംസിലുള്ള കൈനറ്റിക് എനർജി ഈ എല്ലാ വൈബ്രേഷൻ സ്റ്റേജിലും ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കും. അതായത് ഈ ആറ്റംസിനെല്ലാം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വൈബ്രേഷൻ സ്റ്റേറ്റ്സ് പോസിബിൾ ആണെന്ന് പറയുമ്പോൾ അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സും പോസിബിൾ ആണ് എന്നുള്ളൊരു അസംഷനിലാണ് ഇവർ ഫോർമുലാസ് എല്ലാം എഴുതാൻ തുടങ്ങിയത്. അതുപോലെ ഒരു പ്രത്യേക വൈബ്രേഷൻ എനർജി സ്റ്റേറ്റിലുള്ള ഒരു ആറ്റം അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഊർജ്ജം നഷ്ടപ്പെടുന്നത് വഴി അതിന്റെ താഴോട്ടുള്ള എല്ലാ എനർജി സ്റ്റേറ്റിലൂടെയും കടന്നുപോയി വളരെ താഴ്ന്ന ഒരു എനർജി സ്റ്റേറ്റിൽ എത്തി നിൽക്കും. ഇതാണ് ഇവരുടെ രണ്ടാമത്തെ അസംഷൻ. ഈ 2 അസംഷൻസ് ഉപയോഗിച്ചിട്ട് ഇവർ ഇതിന് വേണ്ട ഫോർമുലാസും ഇക്വേഷൻസും എല്ലാം ഡിറൈവ് ചെയ്തെടുത്തു. ഇതിന്റെ മാത്തമാറ്റിക്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ കുറച്ച് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ എല്ലാ എനർജി സ്റ്റേറ്റിലുള്ള ഊർജ്ജം ഇവർ ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ അവർ ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ഗ്രാഫ് ഇതാണ്. ഈ ഗ്രാഫ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പഴയ എക്സ്പെരിമെന്റൽ റിസൾട്ടുകളിൽ നിന്നും നമ്മൾ വരച്ചിരിക്കുന്ന ഗ്രാഫും ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് ഇവരുടെ ഫോർമുല ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്ത ഗ്രാഫും. അപ്പൊ ഇതിനകത്ത് ലാർജർ വേവ് ലെങ്ത്തുകളിലൊക്കെ ഈ ഗ്രാഫിന്റെ ഷേപ്പ് ഏകദേശം എക്സ്പെരിമെന്റൽ റിസൾട്ടിൽ കിട്ടുന്ന ഗ്രാഫിന്റെ ഷേപ്പുമായിട്ട് പോകുന്നുണ്ടെങ്കിലും ഈ ലോവർ വേവ് ലെങ്ത്തിൽ, അതായത് ഈ വിസിബിൾ ലൈറ്റും അതിനോട് അപ്പുറത്തുള്ള ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവരുടെ പ്രെഡിക്റ്റഡ് ഗ്രാഫ് നേരെ ഇൻഫിനിറ്റിയുടെ ഡയറക്ഷനിൽ മേലോട്ട് പോവുകയും എക്സ്പെരിമെന്റൽ ഗ്രാഫ് വിസിബിൾ റേസ് കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങി അൾട്രാവയലറ്റ് റേഞ്ചിൽ എത്തുമ്പോഴേക്കും താഴെ 0ലേക്ക് മുട്ടുന്ന രീതിയിലാണ് ഗ്രാഫ് കിട്ടുന്നത്. ഇത് എക്സ്പെരിമെന്റൽ റിസൾട്ട്സിനോട് മാച്ച് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഇൻഫിനിറ്റ് റേഡിയേഷൻസ് പുറത്തേക്ക് വരാന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിൽ നിന്നും ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ഇന്റൻസിറ്റിയിൽ ഒരിക്കലും പ്രകാശം പുറത്തേക്ക് വരില്ല. അപ്പൊ അവർ കണ്ടുപിടിച്ച ഈ ഇക്വേഷൻസിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ അവർ യൂസ് ചെയ്തത് മുഴുവൻ അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾസ് മാത്രമാണ്. അപ്പോൾ അവർക്ക് തോന്നി, അതായത് അവർ യൂസ് ചെയ്ത ക്ലാസിക്കൽ ഫിസിക്സിന് എന്തോ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഇത്രയും കറക്റ്റായിട്ട് ചെയ്തിട്ടും അവർക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടാൻ. ഈ തിയറട്ടിക്കൽ പ്രഡിക്ഷൻസും ആക്ച്വൽ എക്സ്പെരിമെന്റൽ റിസൾട്ട്സും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് അൾട്രാവയലറ്റ് കാറ്റാസ്ട്രോഫി എന്ന് വിളിച്ചത്. കാറ്റാസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ദുരന്തം, അതായത് ഒരു വൻ തോൽവിയായിരുന്നു ഇവരുടെ ഡെറിവേഷൻ എന്നർത്ഥം.
ഇവര് ഇതിനു വേണ്ടി ഉപയോഗിച്ച ക്ലാസിക്കൽ ഫിസിക്സും അതോടുകൂടി ഉപയോഗിച്ച ഡെറിവേഷൻസും മുഴുവൻ ശരിയായിരുന്നു. അപ്പോൾ പിന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച് ഇവരെടുത്ത അസംഷൻസിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. 1901 മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഇതിനൊരു ചെറിയ മോഡിഫിക്കേഷൻ ആയിട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, ഈ വളരെ സ്ലോയിലുള്ള വൈബ്രേഷൻ മുതൽ വളരെ സ്പീഡിൽ കുരുകുരാന്നുള്ള വൈബ്രേഷന്റെ ഇടയിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വൈബ്രേഷൻ സ്റ്റേറ്റ്സും അതുപോലെ തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എനർജി സ്റ്റേറ്റ്സും ആറ്റംസിനെ കൊണ്ട് പോസിബിൾ അല്ല. ആറ്റംസിനെ കൊണ്ട് ഒരു മിനിമം എനർജി സ്റ്റേറ്റും അതിന്റെ തന്നെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ്സും മാത്രമേ പോസിബിൾ ഉള്ളൂ. അതായത് ഈ വൈബ്രേഷൻ സ്റ്റേറ്റ്സിനെ നമുക്ക് ഇൻഫിനിറ്റ്ലി സ്മോൾ ആയിട്ടുള്ള കഷ്ണങ്ങളായിട്ട് തിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഇതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞു, അതായത് ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ എനർജി സ്റ്റേറ്റ് എന്നുള്ളത് എച്ച് ഇൻറ്റു ഫ്രീക്വൻസി, അതായത് ആറ്റംസിന്റെ വൈബ്രേഷന്റെ ഫ്രീക്വൻസി എഫ് ആണെങ്കിൽ എച്ച് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഫ്രീക്വൻസി, ഇതാണ് ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവൽ പോസിബിൾ. ഇനി ഇതിന്റെ നെക്സ്റ്റ് ഹയർ എനർജി ലെവൽ എന്ന് പറയുന്നത് 2h ഇൻറ്റു ഫ്രീക്വൻസി, അതിന്റെ നെക്സ്റ്റ് ഹയർ 3h ഇൻറ്റു ഫ്രീക്വൻസി. അങ്ങനെ ഈ എച്ചിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ്സ് മാത്രമേ ഇതിന് പോസിബിൾ ആവുള്ളൂ എന്നുള്ള ഒരു അസംഷൻ അദ്ദേഹം എടുത്തു. എന്നിട്ട് എച്ച് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റും പുള്ളി പുതിയതായിട്ട് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാത്തമാറ്റിക്കൽ സെൻസിൽ പറയുകയാണെങ്കിൽ ഈ എല്ലാ എനർജി സ്റ്റേറ്റ്സും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം അതൊരു സമ്മേഷൻ ഓപ്പറേഷൻ ആയിട്ട് മാറും. ഇത്തരത്തിൽ അദ്ദേഹം ഫോർമുല ഡിറൈവ് ചെയ്ത് കഴിഞ്ഞ് അതിന് ആ ഫോർമുല വെച്ചിട്ട് ഗ്രാഫ് വരച്ചു കഴിഞ്ഞപ്പോൾ ആ ഗ്രാഫ് നമ്മുടെ എക്സ്പെരിമെന്റൽ ഗ്രാഫുമായിട്ട് ഏകദേശം മാച്ചായി വന്നു. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ എച്ച് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു അസ്യൂംഡ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എത്രയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ എച്ച് അങ്ങനെ അറിയാത്തൊരു കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് തന്നെ ഗ്രാഫിന്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ ഈ ഗ്രാഫിന്റെ ഷേപ്പ് നമ്മുടെ എക്സ്പെരിമെന്റൽ ഷേപ്പുമായിട്ട് മാച്ചിങ് ആണ്. അതായത് വേവ് ലെങ്ത് ഇങ്ങനെ കുറയുന്നതിനനുസരിച്ചിട്ട് ഇന്റൻസിറ്റി കൂടി വന്ന് അതൊരു പീക്ക് വരെ എത്തി. പിന്നെയും വേവ് ലെങ്ത് കുറയുമ്പോൾ അതിങ്ങനെ താഴോട്ട് വളഞ്ഞ് സീറോയിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ഷേപ്പ് കറക്റ്റ് ആയിട്ട് വന്നു. പിന്നെ ഈ എച്ചിന്റെ വാല്യൂ പല വാല്യൂസ് മാറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വഴി കറക്റ്റായിട്ട് എക്സ്പെരിമെന്റൽ റിസൾട്ടിലുള്ള ഗ്രാഫുമായിട്ട് മാച്ച് ചെയ്യുന്ന പോയിന്റ് എത്തുമ്പോൾ എത്രയാണോ എച്ചിന്റെ വാല്യൂ കിട്ടുന്നത് അതാണ് എച്ചിന്റെ വാല്യൂ ആയിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്തത്. മാക്സ് പ്ലാങ്ക് ഈ എച്ച് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു പക്ഷേ അവസാനം ഫോർമുലയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 0 മാറും എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. എന്നാൽ അത് ആക്ച്വലി എക്സ്പെരിമെന്റൽ റിസൾട്ടുമായി കമ്പയർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ അത് 0 ആയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അസ്യൂം ചെയ്ത ഈ എനർജി സ്റ്റേറ്റ്സ് എന്നുള്ളത് അതൊരു അസംഷൻ അല്ല, അത് റിയൽ ആണ്. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ആറ്റംസിന്റെ വൈബ്രേഷനുള്ള എനർജി സ്റ്റേറ്റ് ഓരോ ക്വാണ്ട ആയിട്ടേ കൂടത്തുള്ളൂ, അതായത് സ്റ്റെപ്പ് ആയിട്ടേ കൂടത്തുള്ളൂ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനർജി സ്റ്റേറ്റ് കൂടുകയോ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറയുകയോ ചെയ്യില്ല. അതുപോലെ തന്നെ ഒരു ആറ്റം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്നും ഒരു ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ താന്ന് വരികയല്ല. അത് ഒരു സ്റ്റേജിൽ നിന്നും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്തിട്ട് തൊട്ട് താഴെയുള്ള സ്റ്റേജിലേക്ക് ചാടും. അത് കഴിഞ്ഞ് വീണ്ടും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു കഷ്ണം എമിറ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത സ്റ്റേജിലേക്ക് ചാടും. അപ്പോൾ ഇങ്ങനെ ആറ്റംസ് ഓരോ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് ചാടുന്നത് വഴി ഓരോ കഷ്ണമായിട്ടാണ് ഇതിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് വരിക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ അസംഷൻ. ഈ ഒരു ആശയമാണ് ക്വാണ്ടം മെക്കാനിക്സിന് തുടക്കം കുറിച്ചത്. ഈ ഒരു കാര്യത്തിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ വേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ആറ്റംസ് ഒരു എനർജി സ്റ്റേറ്റിൽ നിന്ന് അടുത്ത എനർജി സ്റ്റേറ്റിലേക്ക് ചാടുന്നത് അത് ആറ്റംസിന്റെ കുഴപ്പം കൊണ്ടല്ല. ആറ്റംസിന് ഊർജം നഷ്ടപ്പെടാനും ഗെയിൻ ചെയ്യാനും കഷ്ണമായിട്ടേ സാധിക്കൂ. കാരണം ഊർജം ബേസിക്കലി, അതായത് പ്രകാശത്തിലുള്ള ഊർജം ബേസിക്കലി കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് എനർജി അല്ല, ഊർജം കഷ്ണമായിട്ടാണ് പ്രകാശത്തിലൂടെ ഒഴുകുന്നത്. അതായത് ക്വാണ്ടം ഓഫ് എനർജി ആയിട്ടാണ് പ്രകാശത്തിനകത്ത് ഊർജം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സോ ആറ്റംസിന്റെ എനർജി സ്റ്റേറ്റ് അല്ല കഷ്ണമായിട്ടുള്ളത്, പ്രകാശമാണ് കഷ്ണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ഒരു ആറ്റം അതിൽ നിന്ന് ഒരു പ്രകാശ കണം അല്ലെങ്കിൽ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ തൊട്ട് ലോവർ സ്റ്റേജിലേക്ക് ചാടും. അപ്പൊ ഇതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഫോട്ടോണിന്റെ ഊർജത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ജമ്പാണ് ഈ ആറ്റംസ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രകാശത്തിന്റെ ഈ ക്വാണ്ടൈസ്ഡ് നേച്ചർ അല്ലെങ്കിൽ പ്രകാശം ഫോട്ടോൺ എന്ന് പറയുന്ന ഊർജത്തിന്റെ കണികകളായിട്ട് സഞ്ചരിക്കുന്നു എന്നുള്ള പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോൾ സോളാർ പാനൽസിൽ പ്രകാശം വന്നടിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രതിഭാസത്തിന്റെ പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വളരെ ഭംഗിയായിട്ട് ഈ പ്രകാശത്തിന്റെ ക്വാണ്ടൈസ്ഡ് നേച്ചർ അല്ലെങ്കിൽ ഫോട്ടോൺസിന്റെ കഷ്ണമായി സഞ്ചരിക്കുന്ന ആ നേച്ചർ വെച്ചിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ 1921 നൊബേൽ പ്രൈസ് കിട്ടുന്നത്.
എന്നാൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിന്റെ ഈ കർവിനെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അൾട്രാവയലറ്റ് കാറ്റസ്ട്രോഫി മാറ്റിയതിന് 1918 മാക്സ് പ്ലാങ്കിന് നോബൽ പ്രൈസ് കിട്ടി. ഈ 1901 മാക്സ് പ്ലാങ്കിന്റെ കണ്ടുപിടുത്തവും അതിനെ തുടർന്ന് 1905 ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ എക്സ്പ്ലനേഷനും കഴിഞ്ഞോട് കൂടിയിട്ടാണ് ക്വാണ്ടം റെവല്യൂഷൻ ആരംഭിക്കുന്നത്. ഈ മാക്സ് പ്ലാങ്ക് കണ്ടുപിടിച്ച ഈ എച്ച് എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിനെ പിന്നീട് പ്ലാങ്ക് കോൺസ്റ്റന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എല്ലാ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഇക്വേഷൻസിലും നമുക്ക് കാണാൻ കഴിയും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.26 × 10⁻⁻34 ആണ്. അതായത് വളരെ വളരെ ചെറിയൊരു വാല്യൂ ആണത്. ഈ എച്ചിന്റെ വാല്യൂ ആണ് നമ്മൾ കാണുന്ന റിയൽ മാക്രോസ്കോപ്പിക് വേൾഡും ക്വാണ്ടം വേൾഡും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ക്വാണ്ടം പ്രിൻസിപ്പിൾസ് മുഴുവൻ വർക്ക് ചെയ്യുന്നത് ഈ വളരെ ചെറിയ ലോകത്തായി മാറാൻ കാരണം ഈ എച്ച് എന്നുള്ളതിന്റെ ഇത്രയും ചെറിയൊരു വാല്യൂ ആണ്. ക്ലാസിക്കൽ ഫിസിക്സ് എവിടെയാണ് തോറ്റുപോയതെന്നും ശാസ്ത്രജ്ഞന്മാർക്ക് ക്വാണ്ടം മെക്കാനിക്സ് എന്തുകൊണ്ടാണ് ആവശ്യമായി വന്നതെന്നും ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.